എംബഡഡ് സിസ്റ്റത്തിന്റെ ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്താണ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതൊരു സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് എങ്ങനെ ഡിഫർ ചെയ്യുന്നു, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ രണ്ട് ടൈപ്സ് സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എങ്ങനെ ഡിഫർ ചെയ്യുന്നു, അതിനോടൊപ്പം കോമൺലി യൂസ് ചെയ്യുന്ന 4 റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷനുമാണ് ഈ സെഷനകത്ത് വന്നു പോകുന്നത്. സോ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോവാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടൈം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനോടൊപ്പം അത് എല്ലാവരും ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നവരുമാണ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനേഷനിലേക്ക് പോകാം. ഡെഫിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനൊരു ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോപ്പർലി ഡിഫൈൻ ചെയ്യാൻ പറ്റും. സപ്പോസ് നമ്മളൊരു മെഡിക്കൽ ഷോപ്പിലെത്തി, നമ്മളൊരു യൂസറാണ്, നമ്മൾ മരുന്ന് മേടിക്കണം, അതിനുവേണ്ടി ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അപ്പം അവിടെ നിൽക്കുന്ന ഫാർമസിസ്റ്റ് ആ കറസ്പോണ്ടിങ് മരുന്ന് നമുക്ക് എടുത്തു തരും. റൈറ്റ്, നമുക്ക് ആ മരുന്ന് എവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ നെയിം എന്താണെന്നോ അതിനെക്കുറിച്ചുള്ള വലിയ ഗ്രാഹ്യം ഒന്നും തന്നെയില്ല. ഇതേ കണക്ക് മെഡിക്കൽ ഷോപ്പിൽ ഒരു ഫാർമസിസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ ഒരു കമ്പ്യൂട്ടർ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. യൂസർ ഒരു ഭാഗത്തുണ്ട്, സിമിലർലി മറുഭാഗത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. അതിനോടൊപ്പം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ കണ്ട കണക്ക് ആ ഫാർമസിസ്റ്റ് ആണ് ആ മെഡിക്കൽ ഷോപ്പ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത്. സിമിലർലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എല്ലാ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസിന്റെയും എക്സിക്യൂഷനും കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഫോർമലി ഡിഫൈൻ ചെയ്യുമ്പം ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ പ്രോഗ്രാം ദാറ്റ് ആക്ട്സ് ആസ് ആൻ ഇന്റർഫേസ് between the user and the computer hardware and controls the execution of all kinds of programs. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യകത എന്താണെന്ന് ചെക്ക് ചെയ്യാം. എഗെയിൻ ആ മെഡിക്കൽ ഷോപ്പിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. സപ്പോസ് ആ മെഡിക്കൽ ഷോപ്പിൽ 2 മെഡിസിൻസേ ഉള്ളൂ എന്നും കരുതുക. ഫസ്റ്റ് മെഡിസിന്റെ നെയിം എ ആണെന്നും സെക്കൻഡ് മെഡിസിന്റെ നെയിം ബി ആണെന്നും കരുതുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഫാർമസിസ്റ്റിന്റെ വലിയ പർപ്പസ് അവിടെ വരുന്നില്ല. ഏതെങ്കിലും ഒരു യൂസർ വരുമ്പോൾ ആ യൂസറിന് തന്നെ അതിൽ ഏത് മരുന്നാണ്, മെഡിസിൻ എ ആണോ മെഡിസിൻ ബി ആണോ എന്ന് നോക്കിയെടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അതേ കണക്ക് ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോഗ്രാം മാത്രമേ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ളതാണ്. ബട്ട് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രോഗ്രാം വന്നാലും നമുക്ക് ഒരുവിധം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഡെഫിനറ്റ്ലി 5 അല്ലെങ്കിൽ അതിനു മേലെ പ്രോഗ്രാംസ് റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ്. സോ ഇത് കണക്ക് മോർ പ്രോഗ്രാംസ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കാര്യത്തിനെ കുറിച്ചും ബോധർ ചെയ്യേണ്ടി വരും. എഗെയിൻ മെഡിക്കൽ ഷോപ്പിന്റെ കേസിലാണെങ്കിൽ അത് ഏത് റോയിൽ ഏത് കോളത്തിൽ ഇരിക്കുന്നു ആ രീതിയിലുള്ള അലൈൻമെന്റ് എല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ എംബഡഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രോഗ്രാമിനെ അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി ഏരിയനെ കുറിച്ച്, സിമിലർലി പ്രോഗ്രാം കൗണ്ടേഴ്സിനെ കുറിച്ച്, അതിനോടൊപ്പം തന്നെ ഡിഫറെന്റ് പ്രോസസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനെ കുറിച്ച്, അതിനൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ചും ബോധർ ചെയ്യേണ്ട ആവശ്യം വരും. സോ അതായത് നമുക്ക് സമ്മപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മദർ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ ഹെൽപ്പോട് കൂടിയാണ് മറ്റ് ആപ്ലിക്കേഷൻസിന്റെ എല്ലാ ഫങ്ഷൻസും മാനേജ് ചെയ്യാൻ കഴിയുന്നത്. സോ ഇപ്പം സൂചിപ്പിച്ച കണക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മെമ്മറി അഡ്രസ്സിംഗ് ആൻഡ് മാനേജ്മെന്റ് വരുന്നുണ്ട്. സിമിലർലി ഏതെങ്കിലും ഇന്ററപ്റ്റ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സെപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഹാൻഡ്ലിംഗ് വരുന്നുണ്ട്. അതിനോടൊപ്പം ഡിഫറെന്റ് പ്രോസസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ പ്രോസസ്സുകളുടെയും സിമിലർലി ടാസ്കുകളുടെയും മാനേജ്മെന്റ് വരുന്നുണ്ട്. അതിനോടൊപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്, ടൈമിങ്, സിമിലർലി പ്രോസസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക, സിങ്ക്രണൈസ് ചെയ്യുക, അമ്മാതിരി കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഡിഫർ ചെയ്യുന്നത്, എക്സാമ്പിൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഡിഫർ ചെയ്യുന്നത് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഓരോ ഈവന്റ്സിനും കൊടുക്കുന്ന പ്രയോറിറ്റീസ് അനുസരിച്ചാണ്. റൈറ്റ്, അതായത് ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ് ആൻഡ് ടാസ്ക് മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മെമ്മറി അഡ്രസ്സിങ്ങിനോ അല്ലെങ്കിൽ ഫയൽ സിസ്റ്റം മാനേജ്മെന്റിനോ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിരിക്കാം കൊടുക്കുക. അത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പർപ്പസ് അനുസരിച്ച് മാറുന്നൊരു കാര്യവും കൂടിയാണ്. നെക്സ്റ്റ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഏതൊക്കെ എക്സാമ്പിൾസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. RTOS ആയിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ സിംഗിൾ യൂസർ സിംഗിൾ ടാസ്കിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതാണ് PALM ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിമിലർലി സിംഗിൾ യൂസർ മൾട്ടിപ്പിൾ ടാസ്കുകൾ വരുന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എഗെയിൻ നമ്മളിത് വളരെ കോമൺലി യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സിംഗിൾ യൂസർ ആൻഡ് മൾട്ടിപ്പിൾ ടാസ്ക്.
സിമിലർലി മൾട്ടിപ്പിൾ യൂസർ മൾട്ടിപ്പിൾ ടാസ്ക് വരുന്നുണ്ടെങ്കിൽ യുണിക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ സെഷനിൽ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ടിപ്പിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അത് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്തത്. നെക്സ്റ്റ് നമുക്കൊരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോവാം. എന്താണ് ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. സോ നമ്മൾ എംബഡഡ് സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ മോഡ്യൂൾസിലെല്ലാം ചെക്ക് ചെയ്തിരുന്നു. ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ് ഉണ്ട്, സിമിലർലി സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ് ഉണ്ട്. സോ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പം സ്പെസിഫൈ ചെയ്യുന്ന ടൈമിനുള്ളിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ആവശ്യമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അതായത് ദ എബിലിറ്റി ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു പ്രൊവൈഡ് എ റിക്വയർഡ് ലെവൽ ഓഫ് സർവീസ് ഇൻ എ ബൗണ്ടഡ് റെസ്പോൺസ് ടൈം. സോ അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു വേരിയന്റ് ആണ് ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ടിപ്പിക്കലി എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നേരത്തെ മെൻഷൻ ചെയ്താണ് ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടൈമിനുള്ളിൽ അത് റിയാക്ട് ചെയ്ത് അതിന് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. അതായത് ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലിമിറ്റിനുള്ളിൽ തന്നെ ആക്ട് ചെയ്ത് ഔട്ട്പുട്ടുകൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒന്നും തന്നെയും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ല. സപ്പോസ് നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെന്ന് അസ്യൂം ചെയ്യാം. അവിടെ ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടൈമിനുള്ളിൽ ഫയൽ ഓപ്പൺ ചെയ്യാതെ പോയിരുന്നാലും നമുക്ക് അവിടെ വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ ജനറേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ചില ആപ്ലിക്കേഷൻസ്, എക്സാമ്പിൾ മിസൈൽസ്, സിമിലർലി ആന്റി ബ്രേക്കിംഗ് സിസ്റ്റംസ്, അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടൈം ക്രിട്ടിക്കാലിറ്റി ഫോളോ ചെയ്യുന്നതാണ്. സം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടൈമിനുള്ളിൽ അത് ആക്ട് ചെയ്ത് അതിന് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. റൈറ്റ്? സോ നെക്സ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പം രണ്ട് കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആ കമ്പ്യൂട്ട് ചെയ്യുന്നത് ലോജിക്കലി കറക്റ്റ് ആണെന്നുള്ളതാണ്. അതിനോടൊപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ റിസൾട്ട്സുകൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടൈമിനുള്ളിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനാണ്. സോ ഒരു ടൈം റിക്വയർമെന്റ്സിന് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റമായിട്ട് നമുക്ക് അത് അസ്യൂം ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് സിമിലർലി അതിനൊരു റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് സം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടൈമിനുള്ളിലായിരിക്കും. നെക്സ്റ്റ് റിയൽ ടൈം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആൾവേസ് ഓൺലൈൻ ആണ്. അതായത് നമ്മൾ റിയൽ ടൈമിൽ വരുന്ന ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എൻവയോൺമെന്റിൽ ആ വരുന്ന ടൈമിൽ തന്നെ പ്രോസസ്സ് ചെയ്യും. ബട്ട് എല്ലാ ഓൺലൈൻ സിസ്റ്റംസും റിയൽ ടൈം ആകണം എന്നില്ല. അതായത് സാധാരണ നമ്മളൊരു ഓൺലൈൻ സിസ്റ്റം എടുക്കുമ്പം, എക്സാമ്പിൾ നമ്മളൊരു ഓൺലൈനായിട്ട് എക്സാമിനേഷൻ എഴുതുകയാണെന്ന് കരുതുക. അതൊരു ടിപ്പിക്കൽ ഓൺലൈൻ സിസ്റ്റമാണ്, ബട്ട് അത് റിയൽ ടൈം പ്രോസസ്സിംഗ് സിസ്റ്റം അല്ല. അത് തമ്മിലുള്ള ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓൺലൈൻ എക്സാം നടക്കുമ്പം നമ്മൾ ആ കറസ്പോണ്ടിങ് ആൻസേഴ്സ് എല്ലാം അപ്പം എൻ്റർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പ്രോസസ്സിംഗ് പിന്നീട് ഒരു ടൈമിലായിരിക്കും നടക്കുന്നത്. ബട്ട് റിയൽ ടൈം പ്രോസസ്സിംഗിലാണെങ്കിൽ അത് ഓൺലൈനിലുമാണ്, അതിനോടൊപ്പം അതേ സമയത്ത് തന്നെ പ്രോസസ്സിങ്ങും നടത്തും. നെക്സ്റ്റ് റിയൽ ടൈം പ്രോസസ്സിംഗിൽ റെസ്പോൺസ് ടൈം എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമില്ല, ഒരു ഇൻപുട്ട് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കറസ്പോണ്ടിംഗിലി പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് റെസ്പോൺസ് ടൈം. റിയൽ ടൈം സിസ്റ്റത്തിൽ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്രോസസ്സിംഗ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ഒരു ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസുകളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ മെഷീന്റെ കൺട്രോൾ കംപ്ലീറ്റ്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏറ്റെടുക്കും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് മറ്റ് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിമിലർലി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഓരോ ആപ്ലിക്കേഷൻസും കമ്പൈൽ ചെയ്യുന്നതും അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പം നമ്മൾ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാകാം ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്.
അപ്പം മെഷീൻ ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കൺട്രോൾ എടുക്കുന്നത് ആപ്ലിക്കേഷനാണ്, അതിനുശേഷമാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലും ഓൺ ആകുന്നത്. അതിനോടൊപ്പം ആപ്ലിക്കേഷന്റെ ഹെൽപ്പോടു കൂടിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലും ലിങ്ക് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പം സ്ട്രോങ്ങർ ആയിട്ടുള്ള മെമ്മറി കൺട്രോൾ ഉണ്ട്. ബട്ട് എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിക്കവറി ഉണ്ടാവത്തില്ല. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പലപ്പോഴും ഹാങ് ആവാറുണ്ട്, അത് നമ്മൾ മാനുവലിയാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പം മെമ്മറിയുടെ പുറത്ത് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കണക്കുള്ള ഒരു കൺട്രോൾ ഒന്നും തന്നെയില്ല. ബട്ട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ റിക്കവർ ചെയ്യാറാണ് ഉള്ളത്. നെക്സ്റ്റ്, ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ്. ബട്ട് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മെമ്മറി യൂസേജ് ലിമിറ്റഡ് ആയതുകൊണ്ട് ഷാർപ്പ് കോൺഫിഗറേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം ലിമിറ്റഡ് നമ്പർ ഓഫ് സർവീസസും മാത്രമേ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കാണുള്ളൂ. നെക്സ്റ്റ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ സാധാരണ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും റിയൽ ടൈം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അവിടെ പ്രത്യേകം ഓർക്കുക, ഫാസ്റ്റ്നെസ് അല്ല അറ്റൈൻ ചെയ്യുന്നത്, ആ സിസ്റ്റം ആവശ്യപ്പെടുന്ന സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്? നമ്മളിപ്പോൾ ഒരു പ്രിന്ററിന് വേണ്ടിയുള്ള ഒരു എംബഡഡ് സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ അവിടെ ആ പ്രിന്ററിന്റെ സ്പീഡ് മാച്ച് ആവുന്ന രീതിയിൽ മേ ബി അത് വളരെ സ്ലോവർ ആയിട്ടായിരിക്കാം വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, റിയൽ ടൈം കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ആണെന്നുള്ളത്. അത് ആക്ച്വലി ആ ആപ്ലിക്കേഷൻ ആവശ്യപ്പെടുന്ന രീതിയിലാണത് വർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, റിയൽ ടൈം സിസ്റ്റംസ് എപ്പോഴും തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിക് എൻവയോൺമെന്റിലാണെന്നുള്ളതാണ് സാധാരണ ഉള്ളൊരു മിസ്കൺസെപ്ഷൻ. അപ്പം എഗെയിൻ, സ്റ്റാറ്റിക് എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സപ്പോസ് നമ്മൾ AC കണക്കുള്ള ചെറിയ എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻസ് എടുക്കുമ്പം അത് മേ ബി കറക്റ്റ് ആകാം. കാരണം അവിടെ AC വർക്ക് ചെയ്യേണ്ടത് ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിനെ അനുസരിച്ച് മാത്രമാണ്. ബട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എംബഡഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പം എഗെയിൻ, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എംബഡഡ് സിസ്റ്റത്തിൽ മാത്രമേ ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യവും വരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള എംബഡഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പം മോർ നമ്പർ ഓഫ് എക്സ്റ്റേണൽ ഇൻപുട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ ടൈം സിസ്റ്റംസ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിക് എൻവയോൺമെന്റ് ആണെന്ന് പറയാൻ കഴിയില്ല. നെക്സ്റ്റ്, ഇതൊരു എംബഡഡ് സിസ്റ്റം എൻവയോൺമെന്റിൽ നിന്ന് വരുന്നുണ്ട്. റിയൽ ടൈം പ്രോഗ്രാമിംഗ് എപ്പോഴും അസംബ്ലി ലെവലിലുള്ള കോഡിങ്, സിമിലർലി പ്രയോറിറ്റി ഇന്ററപ്റ്റ് പ്രോഗ്രാമിംഗ് ആ രീതിയിലുള്ളതാണെന്നുള്ളതാണ് പൊതുവെ വരുന്ന മിസ്കൺസെപ്ഷൻ. പക്ഷേ അങ്ങനെയല്ല. സാധാരണ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചെയ്യുന്ന ലെവലിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്മെന്റ് തന്നെയാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കും വരുന്നത്. അടുത്തതായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എഗെയിൻ, നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ റിവൈസ് ചെയ്ത കാര്യങ്ങളാണിത്. സോഫ്റ്റ് റിയൽ ടൈമും സിമിലർലി ഹാർഡ് റിയൽ ടൈമും. അപ്പം സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പം അവിടുത്തെ ടാസ്കുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യണം. ബട്ട് അവിടെ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ടില്ല. അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് നെറ്റ്വർക്കിംഗ്, സിമിലർലി നമ്മൾ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യുന്നത്, DTH അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഒരു സ്പെസിഫൈ ആയിരിക്കുന്ന ടൈം ഫ്രെയിം ഒന്നുമില്ല. ആ ടൈം ഫ്രെയിമിനുള്ളിൽ ആക്ട് ചെയ്യാതെ പോയാലും ഇഷ്യൂസ് ഒന്നും തന്നെ ജനറേറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പം ആ സിസ്റ്റം സ്പെസിഫൈ ചെയ്യുന്ന ടാസ്കുകളെല്ലാം കറക്റ്റ്ലി സ്പെസിഫൈ ചെയ്യുന്ന ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സിസ്റ്റംസ്, സിമിലർലി എയർ ട്രാഫിക് കൺട്രോൾ എല്ലാം. നെക്സ്റ്റ്, നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന പല ഡെസ്ക്ടോപ്പുകളും ലാപ്ടോപ്പ് സിസ്റ്റംസും സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഹാർഡ് റിയൽ ടൈം സിസ്റ്റത്തിന്റെ പ്രത്യേകത നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ആ സ്പെസിഫൈ ചെയ്യുന്ന ഡെഡ് ലൈനിനുള്ളിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ഈവന്റ് വരുന്നുണ്ടെങ്കിൽ ഏതൊരു വോൾട്സ് സാഹചര്യം ഉണ്ടായാലും അവിടെ സ്പെസിഫൈ ചെയ്യുന്ന ഡെഡ് ലൈനിനുള്ളിൽ അത് എക്സിക്യൂഷൻ നടത്തുക എന്നുള്ളതാണ്.
നെക്സ്റ്റ്, ഹാർഡ് റിയൽ ടൈം ടാസ്കിന്റെ പ്രീഎംഷൻ പീരീഡ് എന്ന് പറയുന്നത് സം മൈക്രോ സെക്കൻഡ്സിന്റെ കാലം ലോവർ ആയിരിക്കും. എഗെയിൻ, പ്രീഎംഷൻ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നിലവിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് നേരത്തെ എൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് അത് സം ലാഗ് ചെയ്ത് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രീ എംപ്റ്റി ചെയ്യിക്കാൻ പറ്റും. റൈറ്റ്. നെക്സ്റ്റ്, ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈവൻ വളരെ റയർ ആയിട്ടുണ്ടാവുന്ന ഒരു ടാസ്കിന്റെ പോലും ഡെഡ് ലൈൻ മിസ്സാവാത്ത രീതിയിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തേണ്ടത്. എഗെയിൻ, ഈ സ്പൊറാഡിക് ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ഇറഗുലർ ആയിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെ റയർ ആയിട്ടുണ്ടാകുന്ന ടാസ്കുകളെയാണ്. അടുത്തതായിട്ട് ഒരു ഹാർഡ് റിയൽ ടൈം സിസ്റ്റത്തിന്റെ ഡിസൈൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഹാർഡ് റിയൽ ടൈം ആയിട്ടൊരു ടാസ്ക് വരുന്നുണ്ടെങ്കിൽ ലോ പ്രയോറിറ്റി ഇന്ററപ്റ്റ്സുകൾ എല്ലാം തന്നെ ആ സമയത്ത് ഡിസേബിൾ ചെയ്യും. സിമിലർലി, ഒരു ലോ പ്രയോറിറ്റി ടാസ്ക് നിലവിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു ഹൈ പ്രയോറിറ്റി ടാസ്ക് വരുമ്പം ലോ പ്രയോറിറ്റി ടാസ്കിനെ നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് പ്രീ എംപ്റ്റ് ചെയ്യും. നെക്സ്റ്റ്, പ്രോഗ്രാമിംഗിന്റെ കേസിലേക്ക് വരുമ്പം ഈ റിയൽ ടൈം കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമിംഗ് ലെവലിൽ സം ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹൈ പ്രയോറിറ്റി ടാസ്കുകളെല്ലാം തന്നെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും കോറായിട്ട് വരുന്ന കേർണൽ സ്പേസിനകത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം പല ഹാർഡ് റിയൽ ടൈം സിസ്റ്റം ഡിസൈനിലും അസിൻക്രണസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി സിൻക്രണൈസേഷൻ ചെയ്യാനെടുക്കുന്ന ടൈം സേവ് ചെയ്യാനും കഴിയും. നെക്സ്റ്റ്, ഹാർഡ് റിയൽ ടൈം സിസ്റ്റം ഡിസൈനിൽ പലപ്പോഴും സ്പിൻ ലോക്സ് അല്ലെങ്കിൽ ലോക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എഗെയിൻ, ഈ സ്പിൻ ലോക്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, സപ്പോസ് 2 ത്രെഡുകൾ ഉണ്ടെന്ന് കരുതുക, ഫസ്റ്റ് ത്രെഡ് ആൻഡ് സെക്കൻഡ് ത്രെഡ്. ഫസ്റ്റ് ത്രെഡിന്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെക്കൻഡ് ത്രെഡ് കണ്ടിന്യൂ ചെയ്യണം എന്നും കരുതുക. അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് ത്രെഡിൽ നിന്ന് റിസൾട്ട് വരാൻ സം ടൈം എടുക്കുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യാം. ആ ഒരു സാഹചര്യത്തിൽ സെക്കൻഡ് ത്രെഡ് സം കണ്ടിന്യൂസ് ലൂപ്പിനകത്ത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും സെക്കൻഡ് ത്രെഡിൽ നിന്ന് റിസൾട്ട് വരുന്നത് വരെ. അതുവഴി ബെറ്റർ സിൻക്രണൈസേഷനും അറ്റൈൻ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, ഇന്ററപ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ സം ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ആ ടൈമിനെ കുറിച്ചുള്ള പ്രോപ്പർ പ്രഡിക്ഷൻ ഹാർഡ് റിയൽ ടൈം സിസ്റ്റം ഡിസൈനിൽ അസ്യൂം ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ടാസ്ക് മറ്റൊരു ടാസ്കുമായിട്ട് സ്വിച്ച് ചെയ്യേണ്ട കേസുകളിലും ആ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലാറ്റൻസി മെൻഷൻ ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഹാർഡ് റിയൽ ടൈം സിസ്റ്റം ഡിസൈനിൽ ഇത്രയും പ്രെഡിക്റ്റബിൾ ബിഹേവിയർ ഉണ്ടാകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു ടാസ്കിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ പോലും അതിനും മറ്റ് ജനറലി ഉണ്ടാകുന്ന ഫംഗ്ഷൻസിനും ഒരേ ടൈം ഇന്റർവെല്ലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഒരു ടാസ്കിന്റെ എല്ലാ ടൈം സ്ലോട്ടുകളിലും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് തരുന്നത്. അതുവഴി ഒരു ടാസ്കിന്റെ എല്ലാ ഡെഡ് ലൈൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഈവൻ വളരെ റെയറായിട്ടോ റാൻഡം ആയിട്ടോ ഉണ്ടാകുന്ന ടാസ്കുകളിൽ പോലും. നെക്സ്റ്റ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നോൺ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈനും തമ്മിൽ വ്യത്യാസം വരുത്തുന്ന എലമെന്റ് ആണ് ടാസ്ക് മാനേജർ. ജനറലി ടാസ്ക് മാനേജറിനകത്ത് ഡിസ്പാച്ചറും ഷെഡ്യൂളറും ആണ് കാണുന്നത്. ഈ ടാസ്ക് മാനേജറിന്റെ ഡിസൈനിൽ വരുത്തുന്ന വ്യത്യാസം അനുസരിച്ചിട്ടാണ് അത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ നോൺ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം ഒരു നോൺ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉള്ളതുപോലെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും മൾട്ടി ടാസ്കിങ്ങും മൾട്ടി ത്രെഡിങ്ങും സിമിലർലി ഇന്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് പലതും യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പം ടാസ്ക് സിൻക്രണൈസേഷന് വളരെ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുവഴി ഷെയർഡ് റിസോഴ്സസുകൾ ഒന്നും തന്നെ ബ്ലോക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഉറപ്പുമാണ് അറ്റൈൻ ചെയ്യുന്നത്. എഗെയിൻ, ഷെയർഡ് റിസോഴ്സ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ത്രെഡ്സ് ഒരു പർട്ടിക്കുലർ റിസോഴ്സ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിസോഴ്സിനെയാണ് ഷെയർഡ് റിസോഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, അതൊരു കൺസിസ്റ്റന്റ് സിസ്റ്റം ആയിരിക്കും. നെക്സ്റ്റ്, റിലയബിൾ ആണ്, അതിനോടൊപ്പം സ്കെയിലബിൾ ആണ്, സിമിലർലി പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസും ആണ് ഓഫർ ചെയ്യുന്നത്.
ഈ ട്യൂട്ടോറിയലിന്റെ ലാസ്റ്റ് ഭാഗമായിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നത് സം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ലിനക്സിന്റെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പൺ സോഴ്സ് ആയിട്ട് വരുന്ന ലിനക്സ് സെർവ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സിന്റെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫ്രീ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ഫോളോ ചെയ്യുന്ന മിനി റിയൽ ടൈം കേർണൽ വരുന്ന കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രീലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിനോടൊപ്പം അത് ആം പ്രോസസ്സറും സിമിലർലി MSP 430 പ്രോസസ്സേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ആം പ്രോസസ്സറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രീ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് VxWorks. എഗെയിൻ VxWorks ആം പ്രോസസ്സറിനെ മാത്രമല്ല അതിനോടൊപ്പം മറ്റ് ആർക്കിടെക്ചേഴ്സ് ആയിട്ടുള്ള പവർ PC, കോൾഡ് ഫയറിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഗെയിൻ ആം പ്രോസസ്സറിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഹൈലി പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മൈക്രോ C OS 2. ഒരു ഡെഡിക്കേറ്റഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെയാണ് ഈ മൈക്രോ C OS 2. എഗെയിൻ അതിനകത്ത് വരുന്നത് ഹൈലി സ്കെയിലബിൾ ആണ്. അതിനോടൊപ്പം പ്രീഎംപ്റ്റീവ് ടൈമിംഗ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു. സിമിലർലി മൾട്ടി ടാസ്കിംഗ് കേർണലും ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മൈക്രോ C OS 2. എംബഡഡ് സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് ട്യൂട്ടോറിയലായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.